മെസ്സേജുകളെല്ലാം പാസ്റ്റർമാർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. God's name be glorified this morning. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതകാലത്തെ ഓർത്ത് ഒരിക്കൽ കൂടി ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. I praise and thank Lord for this wonderful morning that God has given us. അനുഗ്രഹീത പാട്ടുകളെ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി. We were able to sing songs this morning and praise Him. അനുഗ്രഹീതമായ സങ്കീർത്തനത്തിൽ കൂടി പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മളോട് ഇടപെട്ടു. We were able to listen to the Psalms and God spoke to us. നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നതായ ദൈവത്തിന്റെ വചനം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് അത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. The sermon, the messages that we listen on a daily basis, let that be a blessing in our life. ഈ വിശുദ്ധ പകൽക്കാലം തിരുവചനവുമായി നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ സർവശക്തനായ ദൈവം തന്നതായ കൃപയെ ഓർത്ത് ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. I thank God for giving me this opportunity to stand in front of you to minister from the Word of God. ആക്ച്വലി കർത്താവിൻ്റെ ദാസൻ ഇന്നലെ രാത്രി 10 മണിക്ക് വിളിച്ചു പറഞ്ഞു, ദൈവവചനം ഇന്ന് പകൽക്കാലം സോൾബ്രദറെ പങ്കുവെക്കണം എന്ന് പറയുവാനായിട്ടിടയായി. Last night Pastor phoned me around 10 o'clock and he asked me to share from the Word of God. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു തിരുവചനം പ്രഘോഷിപ്പാൻ തക്കവണ്ണം പ്രിപ്പയർ ഒന്നും ആയിട്ടില്ല. I was not prepared completely to minister this morning. ബട്ട് എനിക്ക് ഉള്ളത്തിൽ ഒരു ഉറപ്പുണ്ട്, പരിശുദ്ധാത്മാവ് വെറുതെ നിർത്തുകയില്ല എന്ന് എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്. But I believe that God won't ask me to stand in front of you without giving me something. ഞാൻ വെളുപ്പിന് എഴുന്നേറ്റു. I woke up this morning. പക്ഷെ ഒരു പാട്ട് എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പാടുവാൻ തക്കവണ്ണം ഇടയായി. And I was able to sing a song. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ എന്നുള്ളതായ പാട്ട്. And it is a Malayalam song, how grateful it is to live for God. ഈ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താണ് ഈ പാട്ടിൽ കൂടി ഞാൻ ദൈവജനത്തോട് ഇന്ന് പകൽക്കാലം പറയേണ്ടത്? And I asked God, what should I speak to the people of God from the song? പക്ഷേ എനിക്ക് ഒരു ഉത്തരവും ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ കർത്താവിൽ നിന്ന് കേൾപ്പാനായിട്ട് ആ സമയത്ത് കഴിഞ്ഞില്ല. And I was not able to get a reply from God at that point. 7 മണി വരെ ഒരു ശബ്ദവും ഞാൻ ദൈവസന്നിധി കേട്ടില്ല. Till 7 o'clock I was not able to hear anything from Lord. 7 മണിയായപ്പോൾ ഞാൻ പോയി കുളിച്ചു. And at 7 o'clock I went to take a shower. ഈ പാന്റും ഷർട്ടും എടുത്തിട്ടു. And I put on this clothes that I'm ഞാൻ wearing just കർത്താവിനോട് now. പറഞ്ഞു, കർത്താവ് ഞാൻ പാന്റ് ഇട്ടു, ഷർട്ട് ഇട്ടു. I told God I have worn the clothes that I'm going to wear today. ഇന്ന് ദൈവജനത്തിന് കൊടുക്കാനുള്ളത് നീ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. And I told him you didn't give me anything for me to speak to the people of God. ഞാൻ പ്രാർത്ഥിക്കാനുള്ള എന്റെ മുറി കടന്നു വന്നു. And I came to the room where I usually pray. ദൈവം സംസാരിക്കാൻ തുടങ്ങി. And God started talking to me. എഫെസ്യ ലേഖനം 5-ാം അധ്യായം. Ephesians chapter 5. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22, 23, 24 വാക്യങ്ങൾ കൂടി ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ഹൃദയത്തോട് സംസാരിപ്പാൻ ഇടയായി. Ephesians chapter 5, 22, 23 and 24. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. And let us read that. 22-ാമത്തെ വാക്യം തൊട്ട് വായിച്ചാൽ മതി. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 22, 23, 24. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 22, 23, 24. ആമേൻ. സോദരാ, വചനപ്രകാരം പറയുന്നു, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവേൻ. To put off your old self, which is being corrupted by its deceitful desires, to be made new in the attitude of your mind, and to put on a new self created to be like God in true righteousness and holiness. ഇത് പകൽക്കാലം സങ്കീർത്തനത്തിൽ കൂടി വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായതും അതുതന്നെയാണ്. പുതു മനുഷ്യനെ ധരിച്ചുള്ളതായ ഒരു ആത്മീക ജീവിതമാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് തിരുവചനത്തിൽ കൂടി, സങ്കീർത്തനത്തിൽ കൂടി, 37-ാം സങ്കീർത്തനത്തിൽ കൂടി വളരെ വ്യക്തതയോടുകൂടി പരിശുദ്ധാത്മാവ് ഇടപെട്ടു. From Psalms 37 we were able to listen, and the Holy Spirit spoke to us, and the main topic or the main content in that Psalms was that to put your old self. വീണ്ടും തിരുവചനത്തിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മളോടായി പറയുന്നു, നിങ്ങൾ എന്തായി തീരണം? മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളിൽ വഷളായി പോകുന്നതായ നിങ്ങളുടെ പഴയ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ പുതുക്കം പ്രാപിച്ചതായ സത്യത്തിന്റെ ഫലമായ നീതിയിൽ വിശുദ്ധിയിൽ ജീവിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുക. And this is what the Holy Spirit is talking to us through this verse, that is to
put your old self, which is being corrupted by its deceitful desires. AD 60-61 കാലഘട്ടത്തിൽ താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫേസിലുള്ളതായ സഭാ വിശ്വാസികൾക്ക് വേണ്ടി ഈ ലേഖനം എഴുതുമ്പോൾ In AD 60-61, while Paul was in the prison, he was writing this epistle to the people in Ephesus. തന്റെ ഉള്ളിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. And he only had one desire. ദൈവജന കൃപയിൽ നിന്ന് വിട്ടുമാറാതെ They should not go away from God. കൃപയിൽ തന്നെ അവർ വസിക്കണം. And they should be within the grace of God. അതിനുവേണ്ടി തന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും വളരെ ശക്തമായി ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി. Even while he was in the prison, the Holy Spirit was still talking to him. AD 53-55 കാലഘട്ടത്തിൽ താൻ എഫെസോസിൽ കടന്നു വരുമ്പോൾ During AD 53-55, during that time when he came to Ephesus, അന്നവിടെ വിശ്വാസികളായി ആരെയും തനിക്ക് അവിടെ കണ്ടെത്തുവാനായിട്ട് he was കഴിഞ്ഞില്ല. not able to see many believers there. പക്ഷേ തന്റെ ഉള്ളത്തിൽ നിറഞ്ഞു നിന്നതായ ദൈവസ്നേഹത്തിന്റെ ആധിക്യം മൂലം But the love that he had inside his heart, താൻ എഫെസോസിന്റെ പ്രാന്ത പ്രദേശങ്ങൾ കൂടി നടക്കുമ്പോൾ തന്റെ ഉള്ളിൽ ആത്മാവ് സംസാരിപ്പാനായിട്ട് ഇടയായി. while he was walking towards through Ephesus, the Holy Spirit started talking to him. താൻ പരിശുദ്ധാത്മാവിന്റെ വചനങ്ങൾ അവിടെ താൻ പ്രഘോഷിപ്പാൻ തക്കവണ്ണം He ഇടയായി. started talking about the Holy Spirit there. അനേക ജനങ്ങൾ വചനം കേൾക്കുവാനായിട്ട് ഇടയായി. Many people started listening to the word. അനേകർ കർത്താവിനെ അംഗീകരിപ്പാൻ തക്കവണ്ണം And ഇടയായി. many people started listening to God. സഭയുടെ ആരംഭം അവിടെ കൊടുപ്പാൻ തക്കവണ്ണം And ഇടയായി. that is when the first church has been started. ആ സഭ അവിടെ ആരംഭിച്ചപ്പോൾ തന്റെ ഉള്ളിൽ നിറഞ്ഞതായ സന്തോഷം, And when the church was formed there, he was really ആ happy. സഭയെ കുറിച്ചുള്ളതായ തന്റെ എരിവ്, And the thought that he had towards the church. താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ വർദ്ധിക്കുകയാണ്. And even while he was in the prison, he താൻ started increasing. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തന്റെ ഉള്ളത്തിൽ സഭയെ കുറിച്ചുള്ളതായ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Even while he was in the prison, all he was thinking about was the അതുകൊണ്ട് church. താൻ 6 അധ്യായങ്ങളും എഴുതുമ്പോൾ And while he was writing the 6 ഓരോ chapters, അധ്യായങ്ങളിൽ സഭ എങ്ങനെ വളരണമെന്നുള്ളതായ ആത്മീക ബോധ്യത്തോടു കൂടി താൻ എഴുതുകയാണ്. and he started writing each chapters, and he was thinking how the church should grow. ഒന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ When we come to the first chapter, വിശ്വാസിക്ക് ക്രിസ്തുവിലുള്ളതായ സ്ഥാനം എന്ന് താൻ പഠിപ്പിച്ചു തുടങ്ങിയ it shows about how the believers are in front of Jesus Christ. ക്രിസ്തുവിൽ വസിക്കുന്നതായ ദൈവമക്കൾക്ക് വേണ്ടി If you are living in Christ, ക്രിസ്തു ദൈവം കൊടുക്കുന്നതായ വലിയ സമാധാനത്തെ അല്ലെങ്കിൽ അനുഗ്രഹത്തെ കുറിച്ചാണ് ഒന്നാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങളിൽ കൂടി കാണുവാനായിട്ട് in കഴിയുന്നത്. chapter 1 to 14, we can see the peace or the blessing that God is giving to the people who are following Jesus Christ. ക്രിസ്തുവിലുള്ള ആത്മീക അനുഗ്രഹങ്ങൾ And the spiritual blessing that you are receiving രണ്ടാം through Jesus Christ. അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ When we come to the second chapter, കൃപയാലുള്ള രക്ഷയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. it talks about the salvation. രണ്ടാം അധ്യായത്തിന്റെ 8 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, When we come to chapter 2, verse 8, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. for it is by grace you have been saved. മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ When we come to chapter 3, ദൈവകൃപയുടെ മർമ്മത്തെയാണ് താൻ അവിടെ പ്രസ്താവിക്കുന്നത്. it talks about the definition of the grace. നാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ When we talk about chapter 4, കൃപ പ്രാപിച്ചതായ ദൈവമക്കളുടെ അല്ലെങ്കിൽ വിശ്വാസിയുടെ ലോകത്തിലുള്ളതായ അവരുടെ ജീവിതം എപ്രകാരമായിരിക്കണമെന്ന് താൻ അവിടെ വിശദീകരിക്കുക. and here we can see the explanation of the people who have received the grace and how they should live in this world. നാലാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടുള്ളതായ 1 മുതൽ 16 വരെയുള്ളതായ തിരുവചന വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ From chapter 1 to 16, when we look deep into it, സഭ ഐക്യതയോടെയുള്ളതായ സഭയെ കുറിച്ചാണ് താൻ അവിടെ പറയുന്നത്. we can see the church which has unity. 17 മുതൽ 32 വരെയുള്ളതായ തിരുവചന വേദഭാഗം പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് When we read 17 to 32, സഭ രൂപാന്തരപ്പെട്ടതായ ജീവിതമായിരിക്കണം നയിക്കേണ്ടതെന്നാണ് പറയുന്നത്. and it talks about the church being reformed, and that is the life that we need to be leading. 5 അധ്യായത്തിലേക്ക് വരുമ്പോൾ When we come to chapter 5, സഭ വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കണം. and the church should be walking in light. 6 അധ്യായം And in chapter 6, കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞതുപോലെ as the pastor said this morning, മാതാപിതാക്കളുടെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് ആദ്യ പാരഗ്രാഫിൽ പറയുന്നത്. it talks about the responsibility of മാതാപിതാക്കൾ parents. മക്കളെ എങ്ങനെ കൃപയിൽ വളർത്തുവാൻ തക്കവണ്ണം അവർ കടപ്പെട്ടവരാകുന്നു എന്ന് 6 അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. In chapter 6, verse 1 to 4, we can see that how the parents should be leading them in grace. അത് 5 മുതൽ 8 വരെയുള്ളതായ തിരുവചന വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ When we read 5 to 8, ഒരു വിശ്വാസ
വിശ്വാസി താനായിരിക്കുന്നതായ ജോലി മേഖലകളിൽ അല്ലെങ്കിൽ തന്റെ ഉന്നത അധികാരികളോട് താൻ എങ്ങനെ കടപ്പെട്ടിരിക്കുന്നു എന്ന് അവിടെ പഠിപ്പിക്കുക. And it talks about how a believer should be to their boss or other people. 10 മുതൽ താഴോട്ടുള്ളതായ വാക്യങ്ങൾ പഠിക്കുമ്പോൾ When we read verse 10 all the way down, ജീവിതത്തിൽ കടന്നു വരുന്നതായ പോരാട്ടത്തെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത്. how we can overcome the dark world or the spiritual forces against us. എന്നാൽ 4-ാം അധ്യായത്തിന്റെ 22, 23, 24 തിരുവചന വേദവാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് അവിടെ പറയുന്നു, When we come back to chapter 4, 22, 23 and 24, we can see നിങ്ങൾ what Paul is saying. എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടതെന്ന്. And it shows that how we should be living. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്നതായ നിങ്ങളുടെ പഴയ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിച്ച് And we need, with regard to your former way of life, we need to put off yourself. നിങ്ങളുടെ ഉള്ളിൽ പുതുക്കം പ്രാപിച്ച അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായ ആത്മാവിനെ നിങ്ങൾ കീഴ്പ്പെട്ട് നിങ്ങൾ ജീവിക്കുന്നവരാകണമെന്ന്. To be made new in the attitude of your minds. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, Let me tell you to the brothers and sisters, നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റേണ്ടതായ മാറ്റങ്ങൾ, മാറ്റേണ്ടതായ ക്രമീകരണങ്ങളൊക്കെ വരുത്തുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾക്ക് നമുക്ക് കഴിയണം. and we need to see what we should make changes in our life in these days. നമ്മൾ നിറഞ്ഞു നിൽക്കുന്നതായ ആത്മാവിനെ അനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ദൈവമക്കൾക്ക് വലിയൊരു കടപ്പാടുണ്ട്, ഒരു ബാധ്യതയുണ്ട്. The spirit that we are filled with, we need to follow that on a daily basis. പലപ്പോഴും നമ്മൾ ആത്മാവിനെ നമ്മൾ എവിടെ നിർത്തിയിരിക്കുക? ഒരു സൈഡിൽ നമ്മൾ മാറ്റി നിർത്തിയിരിക്കുക. The spirit that we have inside us, we have put that aside നമ്മുടേതായ us. ചിന്തകൾക്ക് നമ്മൾ മുൻതൂക്കം കൊടുത്തുകൊണ്ടിരിക്കുക. We are giving priority to other thoughts that we have. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ദുഃഖിപ്പിക്കരുത്. That is why the word of God is saying that you should never disobey the Holy Spirit. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുമ്പോൾ ആര് ദുഃഖിക്കുന്നു? പരിശുദ്ധാത്മാവ് ദുഃഖിപ്പാൻ തക്കവണ്ണം ഇടയാകുന്നു. When we are giving more priority to other things in the world, the Holy Praise Spirit is God. hurt. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കണം, നാം ആർക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത്? ആത്മാവിനാണോ പരിശുദ്ധാത്മാവിനാണോ മുൻതൂക്കം കൊടുക്കുന്നത്? അത് ഞാനാകുന്ന വ്യക്തിത്വത്തിന് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നു എന്ന് നമ്മോട് തന്നെ ഒന്ന് പരിശോധിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഇടയായി തീരട്ടെ. We need to evaluate ourselves and see who we are giving the priority to. Are we giving priority to the Holy Spirit or are we giving priority to ourselves? അപ്പോൾ ഈ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു ദൈവ പൈതലിന്റെ ക്രിസ്തീയ ജീവിതത്തിൽ അവൻ വരുത്തേണ്ടതായ മാറ്റങ്ങളെ കുറിച്ചാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. When we read this word of God, we can understand that what are the changes that we need to make as a child of God. 1-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സുപരിചിതമായ വേദഭാഗമാണ്, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ചെയ്യുന്ന അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ആരെന്ന് പറയുന്നത്? അവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നത്. When we read Psalms chapter 1, 1 and 2, blessed is the man who does not walk in the step of the wicked or stand in the way of the sinners or sit in the company of mockers, but who delight in the law of the Lord, who meditates on his day and night. ആ ഭാഗ്യ പദവിയിലേക്ക് കടക്കുവാൻ തക്കവണ്ണം നമുക്ക് കൃപ ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയട്ടെ എന്ന് പകൽക്കാലം. Let us thank Lord for being blessed and getting that grace from അവന്റെ God. ന്യായപ്രമാണത്തിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം കൃപ ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയട്ടെ എന്ന് പകൽക്കാലം. Let us thank Lord for giving us the grace for understanding the law of God. അപ്പോ ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ നടപ്പിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. As a child of God, we need to have certain characteristics in the way we are walking. കർത്താവിന്റെ ദാസൻ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 22-ാം തിരുവചന വേദഭാഗത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുവാൻ തക്കവണ്ണം ഇടയായി, ഒരു വിശ്വാസിയുടെ നടപ്പ് ആരെ അനുസരിച്ചുള്ളതായിരിക്കണം? ആത്മാവിനെ അനുസരിച്ചുള്ള നടപ്പായിരിക്കണമെന്ന്. In Galatians chapter 5 verses 22, we can see that as a believer, how we should walk is according to the Spirit of God. 5-ാം അധ്യായത്തിന്റെ 16-ാം തിരുവചന ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം എന്താ പറയുന്നത്? ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുക ഇല്ല എന്ന് പറയുന്നു. In Galatians chapter 5:16, we can see, so I say, live by the Spirit and you will not gratify the desires of sinful nature. തിരുവചന വേദഭാഗം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളത്തോട് നമ്മൾ ഒന്ന് ചോദിക്കണം, ഞാൻ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നുവോ അതോ എന്നിൽ ഇപ്പോഴും വാടുന്ന ജഡത്തിന് ഞാൻ കീഴ്പ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മോട് തന്നെ ഒന്ന് പരിശോധിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പകൽക്കാലം. When we listen to this word of God, we need to evaluate ourselves and see who we are listening to. Are we giving priority to the Holy Spirit or are we giving priority to ourselves? അപ്പോൾ പറയുന്നത് എന്താണ്? ആത്മാവിനെ അനുസരിച്ചുള്ള നടപ്പ്, അനുസരണയോടുള്ളതായ നടപ്പ്. We need to walk according to the Spirit, and that is what we need to obey to. പരിശുദ്ധാത്മാവിന് നമ്മൾ കീഴ്പ്പെട്ട് നടന്നാലുണ്ടല്ലോ ഒരിക്കലും പിശാചിനെ നമ്മെ തൊടുവാനായിട്ട് കഴിയത്തില്ലെന്നേ.
When we give priority to the Holy Spirit, the devil will never be ഒരു able to touch വലിയ us. വലയം നമ്മെ തീർത്തിരിക്കുക. We'll have a wall. ആത്മാവിന്റെ വലയത്തെ ഭേദിപ്പാനായിട്ട് ഒരിക്കലും പിശാചിന് കഴിയത്തില്ല. It will be a spiritual wall and the devil will not be able to enter it. ആ ആത്മവലയത്തിനുള്ളിൽ ജീവിക്കുന്നവരായിരിക്കണം ദൈവമക്കൾ. We need to be filled with that the spiritual wall that God has given us. Praise God. ഇവിടെ പറയുന്നു ഗലാത്യലേഖനം 5-ാമത്തെ 22-ാമത്തെ വാക്യത്തിലേക്ക് പറയുന്നു ആത്മാവിന്റെ ഫലമോ. അവിടെ എന്താ പറയുന്നത്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈവയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല എന്ന്. Galatians chapter 5:22 it says, but the fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness and self-control. Against such things there is no law. ഈ സാന്നിധ്യം വിട്ടുപോകുമ്പോഴാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പൈശാചികമായതായ പ്രവൃത്തികളിലേക്ക് നമ്മൾ ഇണങ്ങി ചേർന്നു പോകുന്നത്. When we go away from this presence, that is the time when we go through in different situations or different kind of areas in our life. Praise God. Hallelujah. അഭിഷേകത്തെക്കുറിച്ച് കർത്താവിന്റെ ദാസനത് പകൽക്കാലം പറയുവാനായിട്ട് ഇടയായി. We spoke about the Holy Spirit or the fullness of Holy Spirit. അഭിഷേകത്തിൽ നിറയുമ്പോൾ അനുഭവിക്കുന്ന വലിയ സന്തോഷമുണ്ടല്ലോ. Once you're filled with the Holy Spirit, the happiness that you have, പറഞ്ഞാലായിട്ട് മനസ്സിലാകത്തില്ല അത്. and no one will be able to understand that. അഭിഷേകത്തിൽ നിറയുമ്പോൾ അനുഭവിക്കുന്ന സമാധാനം, Once you're filled with the Spirit or the fullness of അത് Spirit, the peace ലോകത്തിന് that you have, തരുവാനായിട്ട് കഴിയത്തില്ല. and no one in this world can give you that. അഭിഷേകം നഷ്ടപ്പെട്ടു പോകുമ്പോൾ Once you have lost the Holy Spirit, നമ്മുടെ ഉള്ളിലേക്ക് പിശാച് കടപ്പാൻ തക്കവണ്ണം the ഇടയാകും. devil will be able to come inside you. ഇത് തന്നെയായിരുന്നു ആരുടെ ഉള്ളത്തിൽ കടന്നത്? സ്തോത്രം, ശൗലിന്റെ ഉള്ളത്തിൽ കടപ്പാൻ തക്കവണ്ണം ഇടയായത്. And this is what happened to Saul. അഭിഷേകമുള്ളവനായിരുന്നു ശൗല്. He was filled with the Spirit, എന്നാൽ തന്റെ ഉള്ളിലേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് എന്ത് അസൂയ കടന്നു കയറി. but within 1 second he had jealous in his heart. മറ്റൊന്നുമല്ല, മറ്റൊരുവന്റെ നന്മ കണ്ടപ്പോൾ, When he started seeing the blessing of someone else, മറ്റൊരുവന്റെ അഭിവൃദ്ധി കണ്ടപ്പോൾ, when he started seeing the blessing of ഒരു someone else, സെക്കൻഡ് കൊണ്ട് അവന്റെ ഹൃദയം ഒന്ന് മാറ്റുവാൻ തക്ക ചഞ്ചലപ്പെടുവാനായിട്ട് and ഇടയായി. he was able to go away from പിശാച് Lord. തക്കം പാർത്തിരിക്കുക. And during that time, Lord was ആത്മാവ് ഒന്ന് looking. വിട്ടുമാറുന്നു നോക്കിയിരിക്കുവാനായിട്ട് തക്കം പാർത്തിരിക്കുക. He was looking for the Spirit to go away. ദൈവമക്കളെ, ഓരോ ദിവസവും അഭിഷേകത്തിൽ നിറയുവാൻ തക്കവണ്ണം We ഇടയാകണം. need to be filled with the Holy Spirit, അഭിഷേകത്തിന്റെ അഗ്നി കത്തിക്കുവാൻ തക്കവണ്ണം and we ഇടയായിത്തീരണം. need to be able to fire the Holy അഭിഷേകത്തിൽ Spirit. നിറയുന്നവന്റെ മേൽ പിശാച് ഒരിക്കലും ഇടപെടുകയില്ല. If you're filled with the സ്തോത്രം. Holy Spirit, the devil won't be able to come near you. അഭിഷേകമുള്ളവനെ കാണുമ്പോൾ പിശാച് ദൂരെ മാറുവാൻ തക്കവണ്ണം If ഇടയാകും. you're filled with the Holy Spirit, the devil will go away from you. അഭിഷേകമുള്ളവന്റെ ശരീരത്തിൽ രോഗം കടത്തിക്കൊണ്ടുള്ള പിശാചിന് ഒരിക്കലും കഴിയത്തില്ല. If you're filled with the Holy Spirit, the sickness won't come near ദൈവം you. അനുവദിക്കാതെ ഹല്ലേലൂയ സഹോദര, അഭിഷേകത്തിന്റെ ഉള്ളവന്റെ ശരീരത്തിൽ രോഗം കടക്കത്തില്ലെന്നേ. Without God letting, the sickness will not come near you if you're filled with the Holy Spirit. Praise God. ഹല്ലേലൂയ. അഭിഷേകത്തിലെ ദിവസങ്ങളിൽ ദൈവമക്കൾ നിറയട്ടെ. We need to be filled with the Spirit of Lord. സഭ അഭിഷേകത്തിൽ നിറയുമ്പോഴുണ്ടല്ലോ, The church will be filled with the Holy Spirit. നമുക്ക് ആലയത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. We won't be able to sit in the church. ആലയത്തിന് മേലെ ദൈവ പ്രസൻസ് ഇറങ്ങുമ്പോഴുണ്ടല്ലോ, When the presence of the Lord is within the church, ദൈവ സാന്നിധ്യം നിറയുമ്പോൾ ഉണ്ടാകുന്നതായ സ്തോത്രം മാറ്റങ്ങൾ അനുഭവിക്കുന്ന ഈ ദിവസങ്ങളില് we will be able to understand the presence of the Lord when the presence of the Lord is here. ഓരോ വ്യക്തി ജീവിതങ്ങൾ അഭിഷേകത്തിൽ നിറയുവാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. Let us pray that each individual should be filled with the ആത്മാവിന്റെ Spirit. ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. We should pray to God that fill us with your Spirit. ആത്മശക്തിയാൽ ദൈവമേ നീ എന്നെ നിറയ്ക്കുമ്പോൾ ഉള്ള സന്തോഷമാണ് എന്റെ ജീവിതത്തിൽ വേണ്ടതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. We need to have that happiness when we are filled with the Holy Spirit. റോമാലേഖനം 8-ാം 6 തിരുവചന വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നാം കാണുന്നു, Romans chapter 8 verse 6. ആത്മാവിന്റെ ചിന്ത എന്താണ്? ജീവനും സമാധാനവും തന്നെ എന്ന്. The mind of sinful man is death, but the mind controlled by the Spirit is life and peace. ജഡത്തിന്റെ ചിന്ത എന്താ? സ്തോത്രം, മരണം. ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. The mind of sinful man is death, but the mind controlled by the Spirit is life Praise and God. peace. ആത്മാവ് ജീവിപ്പിക്കുന്നു, If you have the Spirit, they will ജഡം keep you എന്ത് alive. ചെയ്യുന്നു? മരിപ്പിക്കുന്നു. And what is the world do? They'll kill you. Praise God. Hallelujah. അപ്പോൾ ഒന്നാമതായി ദൈവമക്കൾ എന്തിനനുസരിച്ച് നടക്കണം? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. And we need to listen to the Holy Spirit. That is the first thing we should be doing. 1 തീമോഥെയോസ് 4-ാം 12 തിരുവചന വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ 1 Timothy chapter 4:12. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോടായി പറയുന്നു, And Paul is talking to Timothy. അവിടെ പറയുന്നത് എന്താണ്? ആരും നിന്റെ യൗവനം തുച്ഛീകരിച്ച് കളയാതിരിക്കേണ്ടതിന് Don't let anyone look down on you നിന്റെ വാക്കിലും നടപ്പിലും because you're young, സ്നേഹത്തിലും വിശ്വാസത്തിലും
but set example for the നിർമ്മലതയിലും നീ വിശ്വാസിക്ക് മാതൃകയുള്ളവനായിരിക്കണമെന്ന്. but set an example for the believers in speech, in life, in love, in faith, and in purity. Praise God, hallelujah. പൗലോസ് തീമോഥെയോസിനോട് പറയുക, നീ ഇപ്പോൾ ആരാണ്? നീ യൗവനക്കാരനാണ്. And this is what Paul is telling to Timothy, that you are a young person right now. യൗവനക്കാരനായിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഈ ലോകം കടന്നു വരാതെ, and with this, as you're young right now, the world shouldn't be coming towards നീ you, നിന്നെ തന്നെ സൂക്ഷിക്കുന്നവനായിരിക്കണമെന്ന്. and you should have that purity within you. നിന്റെ യൗവനം നീ ഒരിക്കലും തുച്ഛീകരിച്ച് കളയരുത് എന്ന്. The youth that you have, you shouldn't take that for granted. ദാസൻ ഇത് പകൽക്കാലം കുഞ്ഞുങ്ങളോടായി പറഞ്ഞു, ബാലൻ നടക്കേണ്ടുന്ന വഴി അവൻ എങ്ങനെ അഭ്യസിക്കണം? യൗവനത്തിൽ തന്നെ അവനെ അഭ്യസിക്കണം. And what Pastor told this morning is that train a child in their young age. ദൈവവചനം ഉള്ളിലുണ്ട് എങ്കിലുണ്ടല്ലോ, If they have the word of God inside them, പിശാച് പോകുന്നിടത്ത് നിന്നെ തൊടുകയില്ല. സ്തോത്രം. and wherever the devil is, they won't be able to touch നീ you, അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. and you will be blessed. നിന്റെ ഭാവി അനുഗ്രഹമായി Your മാറും. future will be blessed. നിന്റെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി മാറും. Your education will be നിന്റെ blessed. കുടുംബ ജീവിതം അനുഗ്രഹമായി Your മാറും. family life will be നിന്റെ blessed. ജോലി മേഖലകൾ Your അനുഗ്രഹമാകും. job will be നിന്റെ blessed. ശരീരം അനുഗ്രഹമായി Your മാറുവാൻ body will be തക്കവണ്ണം, blessed. നിന്റെ ഭൗതിക സമ്പത്തുകൾ അനുഗ്രഹമായി മാറുവാൻ Your തക്കവണ്ണം wealth will be ഇടയായിത്തീരും. blessed. ഹല്ലേലൂയ. എന്ത് നിന്റെ കൂടെ ഉണ്ടായിരിക്കണം? And what should be with you? ആത്മാവിന്റെ ശക്തി നിന്നോട് കൂടി ഉണ്ടായിരിക്കണം. And the Spirit of the Lord, ആത്മസാന്നിധ്യം നിന്നോട് കൂടി presence ഉണ്ടായിരിക്കണം. of the Lord, വചനം നിന്നോട് കൂടി word of ഉണ്ടായിരിക്കണം. the God, ദൈവാത്മാവ് നിന്നോട് കൂടി the ഉണ്ടായിരിക്കണം. Spirit of the Lord, കർത്താവിനോട് ചേർന്ന് നടക്കുന്നവനായിരിക്കണം. and we should be able to walk with യേശുവോട് God. ചേർന്ന് നടക്കുക. എത്ര മോദമേ നമ്മൾ പാടിയാൽ മാത്രം പോരാ, യേശുവോട് ചേർന്ന് നടക്കുന്നവരായിരിക്കണം നമ്മൾ. Not just the fact that we sing, യേശുവോട് ചേർന്ന് നടക്കുന്നവനെ പിശാച് തൊടുകയില്ല. and if you're walking towards God, the devil യേശുവോട് will not be ചേർന്ന് able to touch you. നടക്കുവാനായിട്ട് എന്നെ സഹായിക്കണമേ എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. We should pray that we should be able to walk with ഹാനോക്ക് God. ദൈവത്തോട് കൂടെ നടന്നു. Enoch walked with God. അബ്രഹാം ദൈവത്തോട് കൂടെ നടന്നു. Abraham walked with യോസഫ് God. ദൈവത്തോട് കൂടെ നടന്നു. Joseph walked with മോശ God. ദൈവത്തോട് കൂടെ നടന്നു. Moses walked with നാം God. ദൈവത്തോട് കൂടെ നടക്കണം. And we should be able to walk with ദൈവത്തോട് God. കൂടെ നടക്കുവാൻ വേണ്ടിയിട്ടാ. And for us to walk with God, അതിക്രമങ്ങളിലും പാപത്തിലും ജീവിച്ചവരായിരുന്ന നമ്മെ and for the people we have ക്രിസ്തു redeemed, യേശുവിൽ കൂടി അവൻ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നമ്മോട് കൃപ കാണിച്ചത്. and Christ, Jesus was able നാം to redeem ക്രിസ്തുവിനോട് us. കൂടെ നടക്കുന്നുണ്ടോ? And are we walking നാം with Christ? ദൈവത്തോട് കൂടെ ജീവിക്കുന്നുണ്ടോ? Are we living with God? ദൈവശബ്ദം നാം കേൾക്കുന്നുണ്ടോ? Are we listening to God? പരിശുദ്ധാത്മാവിനെ നാം അനുസരിക്കുന്നുണ്ടോ? Are we obeying the Holy Spirit? പരിശുദ്ധാത്മാവിനെ നാം കീഴ്പ്പെടുന്നുണ്ടോ? Are we ഇത് living out പകൽക്കാലം the നാം Holy നമ്മോട് Spirit? തന്നെ ഒന്ന് ചോദിക്കട്ടെ. And we should ask and ആത്മാവിൽ evaluate ourselves. ജീവിപ്പാൻ തക്കവണ്ണം, And we should walk according to the Spirit. ആത്മദാഹമുള്ളവനായി തീരുവാൻ തക്കവണ്ണം And we need to have that ആഗ്രഹമുള്ള spirit. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. If we have the desire, start ആത്മസാന്നിധ്യത്താൽ praying. നിറയുവാൻ തക്കവണ്ണം We should ഇടയാകട്ടെ. be filled with the Holy Spirit. മുട്ടോളമല്ല, അരയോളമല്ല, It is not just to your knees. നീട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വിധമുള്ളതായ And the blessing that we should be receiving. ആത്മനദിയുടെ ഒരു അനുഭവം And we should നമ്മുടെ have that ജീവിതത്തിൽ കടന്നു വരണം. in our അത് നമ്മുടെ life. ജീവിതത്തിൽ കടന്നു വരുമ്പോൾ And when we have that അത് in our നമ്മുടെ life, ഭവനത്തിൽ നിന്ന് it is not just in our അത് house, ദേശത്തിലേക്ക് പടരുവാൻ തക്കവണ്ണം ഇടയാകണം. and it will go through our നമ്മുടെ society. സഭയിലേക്ക് അത് കടന്നു വരുവാൻ And it should തക്കവണ്ണം come to our ഇടയാകണം. church. നാം കടന്നു പോകുന്ന ഓരോ മേഖലകളിലും ആത്മസാന്നിധ്യം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം. And wherever we are, we should Praise God. showcase ഇവിടെ that Spirit of പൗലോസ് the Lord. തീമോഥെയോസിനോട് പറയുന്നത്, നീ എന്തായിരിക്കണം? നീ നിന്റെ യൗവനം തുച്ഛീകരിച്ച് കളയാതെ നിന്റെ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും നീ വിശ്വാസിക്ക് മാതൃകയുള്ളവനായിരിക്കണമെന്ന്. And this is what Paul is talking to Praise Timothy, God. saying that അഞ്ചു do കൂട്ടം not let- കാര്യങ്ങൾ അവിടെ പറയുന്നത്. there are 5 main നിന്റെ things. വാക്ക് ഹല്ലേലൂയ ഒരിക്കലും എന്തായിത്തീരുന്നത് ഇരുവാക്കായി മാറരുത് എന്ന്. The words that you're നീ saying, it ഒരു shouldn't be വാക്ക് double പറഞ്ഞാൽ അത് standards. ഉവ്വ് And എന്നുള്ളതായിരിക്കണമെന്ന്. whatever you're saying, എന്റെ that should കർത്താവിന് be ഒരു straight. വാക്കേ God ഉണ്ടായിരുന്നുള്ളൂ. only has one word. ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്ന്, And that is the truth. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന്. If he says no, that will be no. അനുഗ്രഹത്തിന്റെ വാക്കുകൾ ദൈവമക്കളുടെ അധരത്തിൽ നിന്ന് പുറപ്പെടട്ടെ. And if you're blessed, that is ഉറപ്പിന്റെ the words that വാക്കുകൾ we should say. പുറപ്പെടട്ടെ. സ്തോത്രം. We should say things with രോഗത്തോട് confidence. കൽപ്പിക്കുന്ന വാക്കുകൾ പുറപ്പെടട്ടെ. If you have sickness to go Praise away, God. it will നിന്റെ go away. വാക്കിൽ നീ എന്തുള്ളതായിരിക്കണം? സ്തോത്രം. നീ കൃപയുള്ളവനായി മാറണം. For the words that you bring out, Praise that should God. have grace. മറ്റൊരു വ്യക്തിയെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഒരിക്കലും ദൈവമക്കളുടെ അധരത്തിൽ നിന്ന് We പുറപ്പെടരുത്. should never be able to say നമ്മുടെ something that will അധരത്തിൽ hurt നിന്ന് others. പുറപ്പെടുമ്പോൾ നമ്മൾ ആരെ തുച്ഛീകരിക്കുക? പരിശുദ്ധാത്മാവിനെ നാം തുച്ഛീകരിക്കുക. And when we say something that is നമ്മൾ wrong, we are going നിറച്ചിരിക്കുന്ന against the Holy ആത്മാവ് എന്താ? Spirit. പരിശുദ്ധാത്മാവിനെ നിറച്ചിരിക്കുന്നത്. The fullness that we have, that is the Holy Spirit. മക്കളുടെ വാക്കുകൾ കൃപയോട് കൂടിയുള്ള The വാക്കുകളായിരിക്കണം. believers that we are, we need to ഉപ്പിനാൽ have, രുചി വരുത്തുന്ന it will be വാക്കുകളായിരിക്കണം. tasted with the salt. കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും ആത്മീയ ജീവിതം വളർത്തുന്ന വാക്കുകളായിരിക്കണം. People who listen to it, they will have ഒരു growth in their life. വാക്കുകൾ കൊണ്ടുപോലും ഒരു വ്യക്തിയെ നാം മുറിപ്പെടുത്തരുത്. Even with a small word, we should Praise not be God. able to hurt someone ആത്മീയതയിൽ else. ഹല്ലേലൂയ ശോഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബലഹീനനായിരിക്കുന്നവന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവന്റെ ബലഹീന വശങ്ങളെയല്ല നാം അവനോട് ചോദിക്കേണ്ടത്. ആത്മീകമായി അവനെ വളർത്തുവാൻ തക്കവണ്ണം, അവനെ ഉയർത്തുവാൻ തക്കവണ്ണം കഴിവുള്ള ദൈവവചനം അവന്റെ ഉള്ളിൽ
കുടുംബത്തിലേക്ക് പകർന്നു കൊടുക്കണം. For the people who are not that great in the spirit, we should be able to go and speak to them over തളർത്തുന്ന the word of വാക്കുകൾ God. ദൈവമക്കളുടെ അതരത്തിൽ നിന്നും പുറപ്പെടരുത്. And we should not be saying anything നിന്റെ that hurts നടപ്പ് someone else. എങ്ങനെയായിരിക്കണം? അടുത്ത് പറയുകയാണ് നിന്റെ നടപ്പില് നീ നിർമ്മല അല്ലെങ്കിൽ നേരുള്ളവനായിരിക്കണമെന്ന്. Our walk should have truth. അതാണ് ഒന്നാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, നിന്റെ നടപ്പ് ആരോട് കൂടിയായിരിക്കണം? ദൈവത്തോട് കൂടിയായിരിക്കണമെന്ന്. The walk that we have, that should be with the God. Who are you associated with? നിങ്ങൾ ആരോട് കൂടിയാ നടക്കുന്നത്? നിങ്ങൾ ആരോട് കൂടിയാ ചേർന്നിരിക്കുന്നതെന്ന് പകൽക്കാലം പരിശോധിക്കട്ടെ. We should evaluate ourselves and see who we നാം are walking ആരെയാണ് with. കൂട്ടുപിടിച്ചിരിക്കുന്ന ഒന്ന് ചിന്തിക്കട്ടെ. We എന്ന് should understand പകൽക്കാലം that who we are with. ദൈവമക്കളെ ദൈവവചനത്തോടും ദൈവമക്കളോടും ചേർന്നുള്ളതായിരിക്കണം ദൈവമക്കളുടെ സഹവാസം. And we should have our communication with the നിന്റെ believers and നടപ്പിലും also with the word of God. നിന്റെ നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും നീ ആയിരിക്കണം വിശ്വാസിക്ക് മാതൃകയുള്ളവനായിരിക്കണമെന്ന്. And we should be an example for other believers. Praise God. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ James, യാക്കോബ് പറയുന്നുണ്ട്, എന്താ സഹോദരൻ, നിന്റെ വാക്ക് ഹല്ലേലൂയ ഒരിക്കലും നിന്റെ നാവ് ഒരിക്കലും വഞ്ചനയുടെ നാവായി മാറരുത് എന്ന്. in James we can see that whatever we say, that should not be deceiving someone else. 5 അധ്യായങ്ങളിൽ കൂടി യാക്കോബ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. There are 5 different things that we can see in this chapter. വിശ്വാസത്തിൽ നിങ്ങൾ പരീക്ഷകളെ സഹിക്കുന്നവനായിരിക്കണമെന്ന് 2-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. In chapter 2 we can see that we should go through all the testing or all the patience that we go through during our faith. ഒരു വിശ്വാസിയുടെ ജീവിതം എന്തെന്നറിയുമോ? അത് നീതിപൂർവമായിരിക്കണമെന്ന് താൻ പഠിപ്പിക്കുന്നുണ്ട്. What is the life of a believer? 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, നീ നിന്റെ നാവിനെ സൂക്ഷിക്കുന്നവനായിരിക്കണമെന്ന് താൻ പഠിപ്പിക്കുന്നുണ്ട്. In chapter 3 we can see that we should take control of our 4-ാം tongue. അധ്യായത്തിൽ താൻ പഠിപ്പിക്കുന്നത്, നീ നിന്റെ അഭിലാഷം എന്തിനോടായിരിക്കണം? ദൈവത്തോടായിരിക്കണം, ലോകത്തോടായിരിക്കരുത് എന്ന് താൻ In പഠിപ്പിക്കുന്നുണ്ട്. chapter 4 we can see that we should be thinking about അഞ്ചാം- God, not the world. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ പഠിപ്പിക്കുന്നു, നീ ദീർഘക്ഷമയുള്ളവനായിരിക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. And in chapter 5 we can see that we should be able to forgive other people. യാക്കോബ് 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നീ അങ്ങനെ തന്നെ നിന്റെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു എന്ന്. James chapter 3:5 we can see likewise the tongue is a small part of the body, but it makes നമ്മുടെ great നാവ് boast. വമ്പ് പറയുന്ന നാവാണോ? Our tongue makes great boast. ഹല്ലേലൂയ. നമ്മുടെ നാവ് അഭിഷേകം പറയുന്ന നാവാണോ അതോ വമ്പ് പറയുന്ന നാവാകുന്നു എന്ന് പരിശോധിക്കാൻ ഇന്ന് പകൽക്കാലം കഴിയട്ടെ. We should be able to evaluate and see if our tongue is filled with the Holy Spirit or is it 37-ാം saying grapes. സങ്കീർത്തനത്തിൽ വളരെ വ്യക്തതയോടുകൂടി ദൈവാത്മാവ് ഇടപെട്ടു. Psalms chapter 37 ദൈവം ആരോട് എതിർത്ത് നിൽക്കുന്നു? അഹങ്കാരിയോട് അവൻ എതിർത്ത് നിൽക്കുന്നു എന്ന്. we can see that who is he against with, and that is നിർമ്മല people those. ഹൃദയമുള്ളവനോട് ദൈവം ചേർന്ന് നിൽക്കുന്നു എന്ന്. And the people who are righteous, he'll be നിന്റെ closer to നാവ് them. അഭിഷേകമുള്ള നാവാകുന്നുവെങ്കിൽ Our tongue will be filled with the നിന്റെ Holy നാവിൽ Spirit. കൂടി ദൈവം ചില കാര്യങ്ങൾ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാകും. There will be certain things that God wants to do with your tongue. ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം. നമ്മുടെ നാവ് ഒരിക്കലും പാപത്തിന് കാരണമാകുന്ന നാവായി തീരരുത്. Our tongue should never be able to sin. ഹല്ലേലൂയ. സദൃശവാക്യം 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ പറയുന്നു, Proverbs chapter 15:1 and 2. എന്താ പറയുന്നത്? സ്തോത്രം. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു A എന്ന്. gentle answer turns away wrath, but a harsh word stirs up anger. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുമ്പോൾ A gentle answer turns away wrath, കഠിന വാക്ക് കോപത്തെ ജ്വലിപ്പിക്കുക. but a harsh word stirs up anger. Praise God. ദൈവ മക്കളുടെ വാക്കുകൾ എന്തായി തീരണം? സ്തോത്രം. ക്രോധത്തെ ശമിപ്പിക്കുന്ന വാക്കുകളായി മാറണം. The words that we use that shouldn't be harsh. ഹല്ലേലൂയ. Shouldn't be സ്തോത്രം. harsh. ഇന്ന് കുടുംബങ്ങളിലേക്ക് നോക്കേ. If we look at the families, ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നടക്കുന്ന ഏത് കുടുംബങ്ങളിലാ? and where does a divorce happen these പെന്തക്കോസ്ത് days? കുടുംബങ്ങളിലാണ് ഡൈവോഴ്സിന്റെ ഹല്ലേലൂയ സ്തോത്രം ആർദ്രത കൂടിക്കൊണ്ടിരിക്കുന്നത്. And it is happening quite a lot in Pentecostal വാക്കുകൾ families. ഹല്ലേലൂയ സ്തോത്രം മൂർച്ചയുള്ളതായി മാറുകയാ. The words that we use are very വചനം strong. ഭവനത്തിലുണ്ട്, The word of God is there. വചനം കരത്തിലുണ്ട്. They have word of God, എന്നാൽ പറയുന്ന വാക്കുകൾ മൂർച്ചയുള്ള വാക്കുകൾ, but the words that they're saying are very strong. അംഗീകാരമില്ലാത്തതായ വാക്കുകൾ. It doesn't have power. ഭർത്താവ് പറയുമ്പോൾ എതിർവാക്ക് അല്ലെങ്കിൽ ഇരുവായ്ത്തലുള്ളതായ വാക്കുകൾ വീണ്ടും എടുത്ത് ഭാര്യ പ്രയോഗിക്കുന്നു. And whatever the husband is saying, the wife is saying double. അടുത്തത് അവരെങ്ങോട്ടേക്ക് ഓടുന്നു? And they are going somewhere വക്കീലിന്റെ else. അടുത്തോട്ട് ഓടുന്നു. And they are going to the lawyer. Praise God. Hallelujah. ഡൈവോഴ്സിനായി പേപ്പറുകൾ കൊടുക്കുന്നു. And they are submitting papers for divorce. വചനത്തെ അവർ മറന്നു കളയുന്നു. And they are going away from the സ്തോത്രം. word of God. ഹല്ലേലൂയ. സ്തോത്രം. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മാത്രം മതിയായിരുന്നു. Think just one thing. മൃദുവായ ഉത്തരം ഹല്ലേലൂയ എന്നെ പഠിപ്പിച്ചവന്റെ കർത്താവിനെ ഒന്ന് അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. And all we need to think about is the ഇന്ന് God പല who ഭവനങ്ങളിലും taught us എന്തുണ്ട്? about gentle answer. വചനമുണ്ട്,
വീട്ടിലെങ്കിലും കർത്താവില്ല. In many houses there are word of God, but God is not there. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ സ്തോത്രം, നമ്മുടെ ഭവനത്തിൽ ആരാധന ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരണം. In our house these days we need to start worshiping God, അസ്വസ്ഥതകളെല്ലാം ഭവനങ്ങളിൽ നിന്ന് വിട്ടുമാറണമെങ്കിൽ and every problems need to go away from ദൈവ the house, സാന്നിധ്യം ഭവനത്തിൽ ഉണ്ടായിരിക്കണം. and the presence of the Lord should be in the house. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യോബ് പറയുകയാണ് സ്തോത്രം, തന്റെ ഹല്ലേലൂയ ജീവിത സാഹചര്യത്തിൽ തന്നോട് കൂടെ കടന്നു വന്ന് തന്നെ ആശ്വസിപ്പിക്കാൻ കടന്നു വന്നതായ തന്റെ സ്നേഹിതന്മാരുടെ വാക്കുകൾ എല്ലാം തനിക്ക് എന്തായി മാറി? തനിക്ക് വ്യർത്ഥ വാക്കുകളായി തീരുവാൻ തക്കവണ്ണം ഇടയായി. Job chapter 16:3 we can see that even his friends came into his house and started talking to him, but all the words that the friends were giving, it all went in vain. അവരുടെ വരവെല്ലാം നല്ല ഉദ്ദേശത്തോടു കൂടിയായിട്ടായിരുന്നു. They were all coming to see Job was a good thing, എന്നാൽ വന്നിരുന്ന് കൂടിയിരുന്നപ്പോൾ അവരുടെ ചിന്തകളെല്ലാം മാറിപ്പോയി. and once they started talking to അവരുടെ him, their സംസാരം desires have മാറിപ്പോയി. changed, and whatever they were saying, it അവരുടെ started changing, വാക്കുകൾ മൂർച്ചയുള്ളതായി മാറി. and whatever they say started hurting Job, യോബിനോട് അവർ ചില കാര്യങ്ങൾ മൂർച്ചയോടെ സംസാരിപ്പാൻ തുടങ്ങി. and they started talking against Job, യോബിന് ആശ്വാസം കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. and he was not able to get peace from his യോബിന്റെ ഹൃദയം friends, വീണ്ടും മുറിപ്പെടുവാനായിട്ട് തുടങ്ങി. and he started getting hurt യോബ് himself, പറഞ്ഞു, നിങ്ങളുടെ വാക്കുകളെല്ലാം എനിക്ക് വ്യർത്ഥ വാക്കുകളായി and everything that he have said that have എന്നെ went in vain, മുറിപ്പെടുത്തുന്ന വാക്കുകളായി it മാറിയ is hurting me. ദൈവമക്കളെ സ്തോത്രം, ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവജനത്തിന്റെ വാക്കുകൾ മൃദുവായി തീരട്ടെ. Let me tell you something, whatever we say should be അഭിഷേകത്തിന്റെ gentle, അതിരുകളായി മാറട്ടെ. it should be ദൈവജനത്തിന്റെ filled with the Holy അതിരം. Spirit. Praise God. Hallelujah. ദുർവാക്കുകളാൽ ഒരിക്കലും നമ്മൾ ദൈവത്തിന്റെ അഭിഷേകത്തെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. We should never be able to make Praise our God. the Holy Spirit Hallelujah. sad. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം വാക്കുകൾ എന്തായി മാറണം? The words that we use, what should it become? കൃപയുള്ളതായി It തീരണമെന്ന്. should be filled with the grace Praise of God. God. Hallelujah. സഹോദരൻ, ഇവിടെ പറയുകയാണ്, എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലേക്ക് പറയുകയാണ്, നിങ്ങളുടെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന്. In Ephesians chapter 4:22 we can see that to put off your old self which is being corrupted by its deceitful desires. ഇപ്പോഴും ആ പഴയ മിസ്രയീം സ്വഭാവം നമ്മളിൽ ഉണ്ടോ? We are still thinking about മിസ്രയീം ആധിപത്യം നമ്മളിൽ വാഴുന്നുണ്ടോ? are we still living in that habit? പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് വീണ്ടും ആഗ്രഹിക്കുക. What is the Holy Spirit? അവസരങ്ങൾ നമുക്ക് വീണ്ടും തരിക. He's giving us many ഒന്ന് chances. ക്രമപ്പെടുവാൻ വേണ്ടി, And we need to come back to ദൈവ God. വഴിയിലേക്ക് നാം ഒന്ന് ചേർന്ന് We need വരുവാൻ to come back to വേണ്ടി, the way of God. ദൈവ വചനത്തെ നാം ഒന്ന് അംഗീകരിപ്പാൻ വേണ്ടി, And we need to appreciate the word of God. ആത്മാവ് നമ്മോട് ഇന്ന് പകൽക്കാലം ഒന്ന് യാചിക്കുക. And the Spirit is talking to us. ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് കഴിയുമോ? Let us submit ourselves to the Holy Spirit. ദൈവത്തിന് വേണ്ടി വസിപ്പാൻ തക്കവണ്ണം മന്ദിരമായി നമ്മുടെ ശരീരത്തെ ഒന്ന് വിട്ടുകൊടുക്കുവാനായിട്ട് കഴിയുമോ? Let us give our body for Christ to live in ഹല്ലേലൂയ. us. സഹോദരൻ, അതുകൊണ്ടാണ് തിരുവചനത്തിൽ പറയുന്നത്, നിന്റെ ശരീരത്തെ നീ എന്താക്കി തീർക്കണം? ദൈവത്തിന്റെ മന്ദിരമാക്കി, ആലയമാക്കി തീർക്കണമെന്ന്. That is why the word of God is saying that we need to Praise God. make our body as a temple of God. ഹല്ലേലൂയ. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് We need to let off the old self, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടതായ പുതുമനുഷ്യനായി ജീവിക്കണമെന്ന്. to be made new in the attitude of your minds and put on new self created to be like God. Praise God. Hallelujah. Hallelujah. ഹല്ലേലൂയ. ജഡത്തിന്റെ മോഹങ്ങൾ ഉപേക്ഷിക്കട്ടെ എന്ന് പകൽക്കാലം. Whatever worldly desires that we have, we need to put that off. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, And anything that we have in this world, പൈശാചിക തന്ത്രങ്ങളെല്ലാം ഉപേക്ഷിക്കുന്ന ദിനങ്ങളായി ഈ ദിനങ്ങളിൽ തീരണം. and everything that the devil brings, we need to put that off. കൺമോഹം. The things that we see through our ഹല്ലേലൂയ. eyes. ഞാൻ ഈ വേദഭാഗം ഇന്ന് പകൽക്കാലം ചിന്തിച്ചപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത കടന്നു വരുവാൻ തക്കവണ്ണം When ഇടയായി. I was reading this verse, this came into my mind. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ When we come into Genesis chapter യോസേഫിന്റെ 39, ജീവിത ചരിത്രമെല്ലാം നമുക്കറിയാം. we know about the history of നല്ല Joseph. ഒരു മനുഷ്യൻ, He was a good man. ദൈവത്തെ സ്നേഹിക്കുന്നവൻ, He loved God. ദൈവഹിത പ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവൻ. He submitted himself to live എന്നാൽ according തന്റെ to the will of God. സഹോദരങ്ങൾ ഹല്ലേലൂയ സ്തോത്രം തന്നെ ചതിപ്പാൻ തക്കവണ്ണം ഇടയായി. But his brothers have deceived തന്റെ him. സഹോദരങ്ങൾ തനിക്ക് എതിരായി മാറി. His brothers was തന്റെ against him, സഹോദരങ്ങൾ തന്റെ ഭവനത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. and he has taken him തന്റെ away from the house. സഹോദരങ്ങൾ തന്നെ ഹല്ലേലൂയ സ്തോത്രം ഉപേക്ഷിപ്പാൻ തക്കവണ്ണം, തന്നെ വിറ്റുകളയുവാൻ തക്കവണ്ണം അവർക്ക് ഹൃദയത്തിൽ കഠിനത വന്നു. And his brothers wanted to sell him off Praise God. നമ്മൾ completely. തിരുവചനത്തിൽ വായിക്കുന്നു, When we're reading from the word of God, ഹല്ലേലൂയ സ്തോത്രം, പൊത്തിഫറിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുക. he was going to the house of Potiphar. ഹല്ലേലൂയ സ്തോത്രം, കൃപ അവനോട് കൂടെ ഉണ്ടായിരുന്നു. Grace was with him. അവിടെ നമ്മൾ ഒരു വാക്യം വായിക്കുന്നുണ്ട് കേട്ടോ, 39-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. സ്തോത്രം. ഈ
പൊത്തീഫറിന്റെ ഭാര്യയുടെ കണ്ണ് ആരിന്മേലായി? ഈ യോസഫിന്റെ മേലെ കടക്കുവാൻ തക്കവണ്ണം ഇടയായി. In Genesis chapter 39 21 we can see that the wife of Potiphar, he started looking at Joseph കാരണം കോമളരൂപനായ യോസഫിനെ കണ്ടപ്പോൾ because he was good looking, അവളുടെ കണ്ണൊന്ന് ഉടക്കി. and she started looking at him. Praise God. അവളുടെ ഹൃദയത്തിൽ പാപ ഉദ്ദേശം കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. She started having sinful എന്നാൽ thoughts in her heart. കൃപയുള്ളവനെ ആ വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. But we can see that he's filled with the പ്രമാണം grace. കയ്യിലില്ലാതിരുന്ന കാലഘട്ടത്തിലും Even he didn't താൻ have the word of God, കേട്ടതായ ദൈവശബ്ദത്തെ അവൻ മുറുകെ പിടിച്ചു. but he was holding on to the താൻ word that God was അനുഭവിച്ചതായ from him. ദൈവ സാന്നിധ്യത്തെ അവൻ മുറുകെ പിടിച്ചു. He has hold on to the presence അവൻ of the പാപം Lord. ചെയ്യുവാനായിട്ട് അവൻ തന്റെ ശരീരത്തെ വിട്ടുകൊടുത്തില്ല. He didn't give his life or പാപം body to ചെയ്യുവാനുള്ള sin. സകല സാഹചര്യങ്ങളും അവന്റെ മുമ്പിൽ He had all ഉണ്ടായിരുന്നു. the opportunity to എല്ലാ sin. വഴികളിലും അവന്റെ മുമ്പിൽ തുറന്നു He had വന്നു. all the ways to sin. എന്നാൽ അവൻ അറിഞ്ഞതായ സത്യത്തെ അവൻ മുറുകെ പിടിച്ചുകൊണ്ട് But he has hold on to ആ the truth കൃപ that he heard. നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് He was not able to give away അവൻ the grace. ആ സാന്നിധ്യത്തിൽ നിന്ന് അവൻ ഓടി മറയുവാൻ തക്കവണ്ണം And ഇടയായി. he went away from that Praise God. presence. Hallelujah. നമ്മൾ ആ തിരുവചന വേദഭാഗങ്ങളെല്ലാം പഠിക്കുമ്പോൾ When we read that word of God, Hallelujah, അവൻ കാരാഗരത്തിൽ അവനെ കൊണ്ടുപോയിട്ടെങ്കിലും while he was in the prison, കൃപ അവനോട് കൂടെ തന്നെ ഇരുന്നു. but the grace was with പ്രിയ him. ദൈവമക്കളെ സ്തോത്രം. ഞാൻ അതാ പറഞ്ഞത്, കൃപ ഒരിക്കലും നഷ്ടപ്പെടുത്തി We കളയരുത്. should never go away from the grace of കൃപ God. ഇല്ലാത്തവരായിരുന്നു നാം. We didn't have the കൃപ grace of God. എന്തെന്ന് ഒരു അല്ലെങ്കിൽ കൃപ അനുഭവിപ്പാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്തവരായിരുന്നു നാം. We were not worthy of his grace. എന്നാൽ കൃപ നമ്മളിലേക്ക് അവൻ പകർന്നു തന്നു. But God is the one who has given അതിനായി us the ഒരുവൻ grace. തന്റെ വില കൊടുത്തു. And he has sacrificed അതിനായി himself. ഒരുവൻ തന്റെ ശരീരത്തെ And he വിട്ടുകൊടുത്തു. has given his life for it. അതിനായി ഒരുവൻ തന്റെ ശരീരത്തെ ഹല്ലേലൂയ സ്തോത്രം ചാട്ടുവാറിന്റെ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. He was being whipped. His body was being തന്റെ whipped. തലയിൽ അവൻ മുൾക്കിരീടം ഏൽപ്പാൻ തക്കവണ്ണം And ഇടയായി. he had thrown into. ദൈവമക്കളെ, കൃപയിൽ നമ്മൾ വിട്ടുപോകരുത്. And we should never go away കൃപയിൽ from grace. ജീവിക്കുന്നവരായിരിക്കണം. We should live according to the കൃപയിൽ grace. വസിപ്പാൻ തക്കവണ്ണം നമുക്ക് We should live കഴിയണം. according to the grace. Praise God. Hallelujah. യോബ് പ്രകാരം പറയുവാൻ തക്കവണ്ണം ഇടയായി. And Job said like this. യോബിന്റെ പുസ്തകം 31 അധ്യായത്തിന്റെ 1 വാക്യത്തിലേക്ക് വരുമ്പോൾ Job chapter 31 യോബ് പറഞ്ഞു, ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു Job കന്യകയെ 31:1. നോക്കുന്നത് എങ്ങനെയെന്ന്. Job chapter 31:1. ഞാൻ എന്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, I made a covenant with my പിന്നെ eyes ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് not to എങ്ങനെ. look lustfully at a girl. ഹല്ലേലൂയ. കൺമോഹം, And the things that you see with your eyes. ജഡമോഹം, And the things that you see with the bodies. ജീവനത്തിന്റെ പ്രതാപം. And also with the life. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഹല്ലേലൂയ. ജഡത്തിന്റെ പ്രവൃത്തികളെ എല്ലാം നാം വഹിക്കേണ്ടത് It is not what should be happening in ആത്മാവിനെ the body. വഹിക്കുന്നവരായി And we തീരണം. should be filled with the Spirit. ഹല്ലേലൂയ. സമയം അതിക്രമിച്ചു പോയി എന്ന് വ്യക്തമായിട്ടറിയാം. I know the time has ഞാൻ ഇവിടെ gone. നിർത്തുക. I'm going to stop just 22 now. വാക്യത്തിൽ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നു, In verse 22 it talks about മുമ്പിലത്തെ this. നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് With regard to your former life, put off നിങ്ങളുടെ old self, ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് which is being corrupted by discipleship, സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളണം. and to put on new self created to be like God in true holiness. തീരുമാനമെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. We should take the decision this morning. Praise God. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, And the Holy Spirit is ഈ saying, തീരുമാനത്തിൽ നാം വസിക്കണം. and we should live according to this decision. ആത്മാവിനെ ധരിച്ച് നടക്കുന്നവരായിരിക്കണം. And we should be filled with the Spirit. അഭിഷേകത്തെ ഒരിക്കലും നാം നഷ്ടപ്പെടുത്തി കളയരുത്. And we should have the നമ്മളിൽ fullness of Holy ഓരോരുത്തരിലും Spirit. അഭിഷേകം ഉണ്ട് ദൈവമക്കളെ. We all have that Spirit നമ്മൾ of God. പകർന്നിരിക്കുന്ന അഭിഷേകമുണ്ട്. We are all ഈ anointed with, അഭിഷേകത്തെ ഈ ദിവസങ്ങളിൽ നാം ജ്വലിപ്പിക്കണം. and we should work on it. അഭിഷേകത്തിൽ നിറയുന്ന ഒരു അനുഭവം നമുക്ക് We should ഉണ്ടായിരിക്കണം. be anointed with the Holy അഭിഷേകം Spirit. വർദ്ധിക്കുമ്പോഴുണ്ടല്ലോ, Once you're filled with the Holy Spirit, അഭിഷേകം വർദ്ധിച്ചു വരുമ്പോഴുണ്ടല്ലോ, when you grow in the Holy ആ Spirit, അനുഭവിക്കുന്ന ആത്മസന്തോഷം and the happiness that we അത് have, ഭവനത്തിൽ വെളിപ്പെടണം, it will be in your house, സഭയിൽ it will വെളിപ്പെടണം, be in your church, നാം കടന്നു പോകുന്ന ഓരോ മേഖലകൾ and വെളിപ്പെടണം. wherever we go, it will be displayed. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കണം. Let us pray. കർത്താവേ, നിന്റെ ആത്മാഭിഷേക തലനെ നീ വീണ്ടും Fill us with your നിറയ്ക്കണം. Holy Spirit, Father. അഭിഷേകത്തിന്റെ ശക്തി എന്നിൽ നീ പകരണം You കർത്താവേ. should fill me with the Holy ഞാൻ ഇപ്പോൾ Spirit. അനുഭവിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയല്ല കർത്താവേ. The anointing that I have ഓരോ just now, ദിവസവും കർത്താവേ അഭിഷേകത്തിന്റെ ശക്തി വർദ്ധിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി എന്നിൽ വർദ്ധിക്കട്ടെ. every day I should be able to അതിനായി grow in എന്നെ നീ Holy Spirit. സഹായിക്കണം. Lord, you help me with നിന്റെ that. ആത്മസാന്നിധ്യം എന്നിൽ നിറയണമെന്ന് പ്രാർത്ഥിക്കാം. And fill me with the Holy Spirit. Praise God. Hallelujah. ദൈവസന്നിധി നമുക്ക് ഒരു വാക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, കർത്താവേ, ഓരോ ദിവസവും നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ നിന്റെ ആത്മസാന്നിധ്യത്താൽ നീ ഞങ്ങളെ നിറച്ചതിനാൽ നന്ദി കർത്താവേ. കർത്താവേ, ഇംഗ്ലീഷ് മെസ്സേജിൽ കൂടി നീ ഞങ്ങളോട് സംസാരിച്ച് കർത്താവേ, വളരെ വ്യക്തമായി നീ ഞങ്ങളോട് ഇടപെട്ട് കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചതിനാൽ നന്ദി. തന്റെ ദാസൻ സങ്കീർത്തനത്തിൽ കൂടി സഹായിച്ചതിനാൽ നന്ദി കർത്താവേ. കർത്താവേ, വീണ്ടും കർത്താവേ, സ്തോത്രം. കർത്താവേ, ഞങ്ങളെ കർത്താവേ നിന്റെ ആത്മാവിൽ ജീവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളോട് കർത്താവേ ഹാലിൽ പ്രബോധിപ്പിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഞങ്ങൾ കേട്ട വചനത്തിൽ കർത്താവേ ഞങ്ങൾ നിലനിൽക്കേണ്ടതിന് നിന്റെ ശക്തിയാൽ നിന്റെ നിറവിനാൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.
പാട്ടിന്റെ ഈരടി പാടി few minutes ദൈവത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം.